എന്നെ കുറിച്ച് പറയണം. എനിക്ക് അത്രയ്ക്കും ക്വാളിഫൈഡ് അല്ല ഞാൻ. അത് വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ഇതൊന്നും അനുകരിക്കല്ലോ കേട്ടോ. ഇതൊക്കെ വേറെ ലെവൽ കളികളാ. പിന്നെ എനിക്ക് എങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഒരു സുസ്കാന്തി കാണണം നമ്മൾ. ഈ എത്രയാണ് റേറ്റ് ഒന്ന് പറയൂ. അതറിയാണ്ടാണ് അവന് തിടുക്കം. റിച്ചഡൊക്കെ ആണെങ്കിൽ 25 to 50. പിന്നീട് കുറേ പേർ എന്നെ റെഫർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച്, അപ്പോൾ ഞാൻ അത്രയ്ക്കും കൊള്ളാമോ, എന്നെ കുറേ പേർ ഇങ്ങനെ റെഫർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അണ്ണന്റെ കളി കേട്ടിട്ട് ആൾക്കാർ വിളിക്കുന്നു. വേറെ ലെവലാണ്. നടന്നോ, ഒരു പണിയും ചെയ്യാതെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ദിസ് ഈസ് an 18+ വീഡിയോ. അപ്പൊ ദോസ് ഹു ആർ നോട്ട് ജസ്റ്റ് സ്കിപ്പ്. സമയം തരാം. അപ്പൊ പുതിയതായി വന്ന ഒരു ഇന്റർവ്യൂല് ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്, എന്തായാലും നല്ല മനസ്സിനും പിന്നെ നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. എടാ പോടാ, പൊട്ടനാണോ? കയ്യില് ടാറ്റു അടിച്ചിട്ട് മുഖത്ത് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ആളെ കണ്ടുപിടിക്കില്ല എന്ന് വിചാരം. ശരി, ആളെ എക്സ്പോസ് ചെയ്യുന്ന ആൾക്ക് താല്പര്യമില്ല. പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെയും പറഞ്ഞു കൊടുക്കട്ടെ, നീ ആ ടാറ്റു ഒന്ന് മറക്കുന്നു. എവിടുന്ന് നമുക്കെന്തായാലും ആളെ ഒന്ന് കാണാം. നമസ്കാരം. കുറച്ച് സെക്യൂരിറ്റി റീസൺസ് ഉള്ളത് കൊണ്ടും കുറച്ച് പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ നിങ്ങളുടെ പേര് പരാമർശിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ മുഖം റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, എന്റെ മുമ്പിലിരിക്കുന്ന ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് എനിക്കറിയാം. ആ പാവത്തിനെ മൂഞ്ചിച്ചു, അങ്ങനെ പറയാവാണെങ്കിൽ. അതുകൊണ്ടപ്പോൾ വേറെ പല ഓപ്ഷൻസും നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ മതി എന്നുള്ള തീരുമാനിക്കാനുള്ള പിന്നിലുള്ള ആക്ച്വലി ഞാൻ എന്നെ കുറിച്ച് പറയണം. എനിക്ക് അത്രയ്ക്കും ക്വാളിഫൈഡ് അല്ല ഞാൻ. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ക്വാളിഫൈഡ് അല്ലെങ്കിൽ പഠിപ്പില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇതിന് പോണം എന്നാണോ പറയുന്നത്? എടാ, ഇത് വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ഇതൊന്നും അനുകരിക്കല്ലോ കേട്ടോ. ഇതൊക്കെ വേറെ ലെവൽ കളികളാ. പിന്നെ എനിക്കിത് ഈ പ്രൊഫഷനിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കുറെ പേര് അങ്ങനെ പറ, ഇഷ്ടമുണ്ട് അതുകൊണ്ട് പോകുന്നു. എടാ, ഇനി ഇത് കണ്ടിട്ട് അനുകരിക്കാനൊന്നും ആൾക്കാർ നിൽക്കല്ലേ. ഇതൊക്കെ വേറെ ഇന്റർനാഷണൽ കളികളാണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ്? ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്. അതിനു മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡൊക്കെ ആണെങ്കിൽ 25 to 50. ഓക്കെ, അങ്ങനെയാണ് റേറ്റ് പെർ ഡേ. ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഒരു സുസ്കാന്തി കാണണം നമ്മൾ. ഈ എത്രയാണ് റേറ്റ് ഒന്ന് പറയൂ. അതറിയാണ്ടാണ് അവന് തിടുക്കം. 25,000 എത്ര വരെ എത്ര തൊട്ട് എന്നുള്ളത് പറഞ്ഞത് അല്ല. എങ്ങനെയാ ഈ പോണിൽ അഭിനയിക്കുന്ന സമയത്തുള്ള ഒരു പേയ്മെന്റ് എങ്ങനെയാണ്? അതിന്റെ റെമ്യൂണറേഷൻ എങ്ങനെയാണ്? അത് ചില കമ്പനിക്കാർ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ഇത്ര തരുമെന്ന് പറയും. വീഡിയോസ് തരുമല്ലോ, ഞങ്ങൾക്ക് വീഡിയോസ് കാണാൻ മാത്രം തരും. പിന്നെ വീഡിയോ അവർ തരില്ല. പിന്നെ ചിലവർ വന്നിട്ട് പേയ്മെന്റ് തരില്ല, വീഡിയോസ് തരും. ഈ വീഡിയോ വന്നിട്ട് കുറെ വെബ്സൈറ്റിലൊക്കെ ഞങ്ങളെ ഇട്ട് അതിൽ വരുന്ന പേയ്മെന്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എത്രയാണ് പേയ്മെന്റ്? എങ്ങനെയാ വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരയ്ക്കും. 50,000 to 1 lakh നിങ്ങൾക്ക് പോണിൽ അഭിനയിക്കുന്ന സമയത്ത് കിട്ടും. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്കുണ്ടോ? അത് തന്നെയാണ് പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഫീൽ ചെയ്ത്, അതായത് ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും ചില ഗ്രൂപ്പ്. അവർ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നീ ഞങ്ങളുടെ കൂടെ പോരണം എന്ന് പറയും. സ്റ്റാർട്ടിങ്ങിൽ അത് ഒരുമാതിരി ഫീലായി, ഇതെന്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് പോകുമ്പോൾ എൻക്വയറീസ് കുറെ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസാണ് കൂടുതൽ വിളിക്കാറുള്ളത്. ഓക്കെ, അതിപ്പോ എന്തോ ഒരു ഫാഷൻ പോലെയാണ് ഇപ്പൊ വെക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പത്തെ പിള്ളേരുടെ ഓരോ പാസനെ. ഫാമിലി പാക്ക് പോലും, നമ്മളാകെ ഫാമിലി പാക്ക് വാങ്ങണത് മന്തിയാ. അതിന്റെ ചെസ്റ്റ് പീസ് കിട്ടാൻ അടി, അല്ലാണ്ട് വേറെന്ത് ഫാമിലി പാക്ക് നമുക്ക്. ഇപ്പൊ നമ്മൾ ജിഗോളായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 1-2 ദിവസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് മാക്സിമം ഒരു മാസത്തിൽ ഒരു 3-4 ക്ലയൻസ് മാക്സിമം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പൊ ബാക്കി ദിവസങ്ങളിൽ ഇപ്പൊ എന്താ ചെയ്യുക? ഞാൻ ഒരു ജിമ്മിൽ ട്രെയിനറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ജിമ്മില് ട്രെയിനറാ? എടാ, നിന്നെ ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ ജിമ്മില് ട്രെയിനറായിട്ട്. എടാ, എനിക്ക് ഇതാണ് പണി എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. ഓരോന്ന് ഇറങ്ങിപ്പോ. ഏജിൽ നിന്നാണ് കൂടുതലും എൻക്വയറീസ് വരുന്നത്? ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ കൂടുതലും വരാറ്? 40-ന് മേളിലാണ് അധികം. പിന്നെ ഒരു 20-25 അത് വളരെ കുറവാണ്. അധികം കൂടുതൽ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അല്ലെങ്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രായം കൂടിയ ആൾക്കാർക്ക് തന്നെയാണ് കടി. അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. കുറെ ഓഫർ എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ വരുന്നു, ചെയ്യുന്നു, നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും, അങ്ങനെയൊക്കെ കുറച്ച് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിത് ചൂസ് ചെയ്തില്ല. പിന്നീട് എനിക്ക് എന്റെ ലൈഫ് അതിന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ജോലി ഇല്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ
എന്റെ അറിവിൽ തന്നെ ഇഷ്ടംപോലെ ജോലികൾ കിട്ടാനുണ്ട്. നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, വേറെ ഒരു ജോലി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷനിക്ക് ഇറങ്ങി എന്നൊന്നും ആരും പറയാൻ പാടില്ല. ജോലി കിട്ടാത്തൊരു സാഹചര്യം അല്ല ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത്. 10 or 15 എന്നുള്ള ലെവലിലൊക്കെ ജോലി കിട്ടും. പക്ഷെ ഇത്ര ലെവലില് എമൗണ്ട് കിട്ടണമെങ്കിൽ ഞാൻ ബാക്കി പിന്നെ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് കുറേ പേർ എന്നെ റെഫർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച്, അപ്പോൾ ഞാൻ അത്രയ്ക്കും കൊള്ളാമോ, എന്നെ കുറേ പേർ ഇങ്ങനെ റെഫർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ അങ്ങനെ മാറിയതാണ് ഇതിൽ. ഓക്കെ. എപ്പോഴെങ്കിലും അണ്ണന്റെ കളി കേട്ടിട്ട് ആൾക്കാർ വിളിക്കുന്നു, വേറെ ലെവലാണ്. അങ്ങനെ നടന്നോ, ഒരു പണിയും ചെയ്യാതെ. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ജോലിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പം താങ്കളോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ കുറെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അതെന്താടാ അവിടെ ഒരു സൗണ്ട്? നമ്മളൊന്നും അറിയാൻ പാടില്ലേ? പിന്നെ ഈ തമിഴ്നാട് എൻകൗണ്ടർ എന്ന് ഉദ്ദേശിക്കണ അവിടെ എൻകൗണ്ടർ പറഞ്ഞ വെടിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വേറെയാണെന്നുള്ളൂ. മനസ്സിലായോ? അത് സംഭവം തന്നെ. മന്ത്ലി വൺസ് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. BDRL, SCD, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യും. വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കും. പിന്നെ ഫുഡ്, ഡയറ്റ്, എക്സസൈസ്, വർക്കൗട്ട് അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. എവറി മന്ത്സ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും. പിന്നെ നമ്മളൊക്കെ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് എടുത്തേക്കണ പോലെ 10ന്റെ +2ന്റെ ഡിഗ്രിയുടെ എന്നുള്ള പോലെ അണ്ണൻ കളിക്ക് പോകുമ്പോ അണ്ണൻ ഇങ്ങനെ കൊണ്ടേക്കും, ഇത് HIV, ഇത് അത്, ഇത് അങ്ങനെയൊക്കെയാണ് ആണെന്നാണ് അണ്ണൻ പറഞ്ഞു വരുന്നത്. എന്തായാലും അണ്ണന്റെ ലൈഫിൽ ഹാപ്പിയാണ്. അതെന്തായാലും മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഈ ഫോണിൽ അഭിനയിക്കുന്ന സമയത്ത് എന്തായാലും അത് എന്തായാലും ആളുകളിലേക്ക് സർക്കുലേറ്റ് ആവും എന്നൊക്കെ ഉള്ളത് അറിയായിരിക്കില്ല. അപ്പോൾ ഈ സർക്കുലേറ്റ് ആവുന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നില്ല? ഇത് നമ്മൾക്കറിയാവുന്ന പരിചയമുള്ള ആളുകളിലേക്ക് ഇതെത്തും, ആളുകൾ തിരിച്ചറിയും, അത് പിന്നെ? ഇല്ല സാർ, എനിക്ക് അങ്ങനത്തെ പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഫാമിലി അറിഞ്ഞ റിയാക്ട് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഞാൻ കുറച്ച് പൊളിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി എനിക്ക് ഫാമിലിയുടെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, പുറത്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ ഫാമിലിനെ കുറിച്ച് ആലോചിച്ചില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്ത ഫ്രണ്ടിനെയൊക്കെ ഞാൻ സേവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ എന്ത് ഇഷ്യൂ വന്നാലും ഓക്കെ, അവരെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതാണ്. ആ കാര്യത്തിൽ ചെയ്യുന്നത് പക്കയാണ്. ബിക്കോസ് നമ്മളൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരാനുള്ള നമ്മളൊരു ദാനം കൊടുത്ത പോലെയാണ്. പിന്നെ ഒന്നും തിരിച്ചു കിട്ടില്ല. പിന്നെ പൈസ, ഞാൻ പറയുകയാണെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധം തന്നെ പോകുന്ന ലെവലാവും. കൊടുത്ത പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മളൊക്കെ വല്ല ശത്രുവായി കാണുന്ന പോലെയാണ് ഓരോ ആൾക്കാരുടെയൊക്കെ. അപ്പൊ ആ കാര്യത്തിൽ എന്തായാലും ആൾക്കാർ അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ബോധയിലുണ്ടല്ലോ, അതിനെ വലിയ കാര്യം. അപ്പൊ അതിന് നമ്മുടെ ഇവിടുത്തെ 10-15 ഇഞ്ചിന്റെയും ജോലി കൊണ്ടൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ എൻ്റെ അറിവിൽ കേരളത്തിൽ കുറെ പേരുണ്ട്, പക്ഷെ ആരും മുഖം കാണിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്, കേരളത്തിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ മുഖം കാണിച്ച് അഭിനയിച്ചത് ഫസ്റ്റ് ഞാനെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വല്ലാത്തൊരു അഭിമാനം തന്നെയാണ് കേട്ടോ. അഭിമാനിക്കും അച്ചമ്പി. ഇപ്പോൾ സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്നുമില്ലായിരിക്കും. അത് എന്തായാലും പറയണ്ടായിരുന്നു, ഞാൻ പറയുള്ളൂ. കാരണം സിനിമാ ഫീൽഡിൽ എന്റെയും കുറച്ച് ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ഇതേപോലെ ഡ്രൈവറായിട്ടും മേക്കപ്പ് മാൻ ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടും പോകുന്ന ആൾക്കാരെ ഇനി ഈ ഇന്റർവ്യൂ കണ്ട ശേഷം ഇപ്പൊ തന്നെ 1.1 മില്യന്റെ അടുത്ത് പുറത്ത് പോയി. ഇനിയും അത് കൂടെ ഉള്ളൂ. അപ്പൊ അവരൊക്കെ ഇനി ആ ഒരു കണ്ണിലേ കാണുള്ളൂ. ഇവൻ അതാണോ, ഇവൻ ഇതാണോ പരിപാടി എന്നുള്ള കണ്ണിലേ കാണുള്ളൂ. നോർമലൈസ് ചെയ്ത് പറയല്ല, പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഉള്ള ജീവിതത്തെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്?
എനിക്കിത് കുറച്ച് ദിവസം എൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാനിത് കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നീട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു ഐഡിയ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വെക്കൊണ്ടിരിക്കുക. അല്ല, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഓക്കെ. പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് ഇനി ഇൻസ്പയർ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇനി തൊഴിലിലോട്ട് ഇറങ്ങുന്നൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ വേറെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. അങ്ങനെയല്ല ഉദ്ദേശിക്കണം. നിങ്ങളും ആണുങ്ങൾ തന്നെയാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ച്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്ക് ഉണ്ടാവില്ല. ആൾക്കാർ ഒരു കോൺഫിഡന്റ് ഉണ്ടാകൊണ്ടാണ് പറയണത്, നമ്മൾ ആലോചിക്കണം. അതേപോലെ ആവില്ല ബാക്കിയുള്ള ആൾക്കാർ. പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോകും. ഇപ്പോൾ ആൾക്കാർ ഇവിടെ സമൂഹത്തിൽ ഉണ്ടാകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ റേപ്പ് കേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയണമെന്ന് ആലോചിക്കണം. എത്രത്തോളം ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും എല്ലാം കുറയാനുള്ള കാരണം ഇങ്ങനത്തെ കുറച്ച് വർക്കേഴ്സ് ഇവിടെ ഉണ്ടാവുകൊണ്ടാണ്. ഇത് ഞാൻ ഒരിക്കലും ഇത് കാണുന്ന ആൾക്കാർ ഇത് മാതൃകയാക്കണമെന്നോ ഇത് ഇൻഫ്ലുവൻസ് ആവണമെന്നോ ഒരിക്കലും ഞാൻ പറയത്തില്ല. പണത്തേക്കാളൊക്കെ അപ്പുറം ലൈഫ് ആരും ഇൻഫ്ലുവൻസ് ആവില്ല കേട്ടോ. പണം എന്താ 2 ലക്ഷം മാസം, പിന്നെ അതേപോലെ 6 ലക്ഷം ഈ ലക്ഷം എന്ന് പറയുമ്പോൾ ആരും ഇൻഫ്ലുവൻസ് ആവില്ല. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടാ പറയാനുള്ളത്, ആ ആളെ ഒരു ചോയ്സ് ആണത്. അത് ഓരോ ആൾക്കാരുടെ ചോയ്സ് ആണ്. പൈസ ഉണ്ടാക്കാൻ വേറെയും അധികം മാർഗങ്ങൾ ഉണ്ട്. ഇത് മാത്രമൊന്നും അല്ല നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് എന്നുള്ള ആദ്യം കാര്യം മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ നമ്മുടെ സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞാലും എൻ്റെ അറിവിൽ തന്നെ ഇഷ്ടം പോലെ ജോലി കിട്ടുന്ന വകുപ്പുകൾ ഉണ്ട്. അപ്പൊ അതിന് പോവാനുള്ള മടിയും അതിന് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആൾക്കാരുടെ ഒരു ത്വര, ആ സാഹചര്യം കാരണം കൊണ്ടാവാം ഇങ്ങനെ ആവുന്നത് ചില ആൾക്കാർ. അപ്പൊ അതിൽ പോവാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല ശശിയെ. അപ്പൊ ആളെ നമ്മൾ കളിയാക്കുന്ന രീതിയിലൊന്നും അല്ല അവിടെ കാണിച്ചേക്കുന്നത്. ജസ്റ്റ് ഫോർ ഫണ്ണാണ് ആളും. ഇതിപ്പോ ഞാനിപ്പോ വീഡിയോ ചെയ്തുകൊണ്ട് പുള്ളിക്ക് അവിടെ ക്ലൈൻസ് കൂടെ ഉള്ളൂ, നമ്മൾ അതിനൊരു റിയാക്ഷൻ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടിട്ട് ആരും ഇൻസ്പയർ ആവാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോ ബൈ ഗൈസ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം. ശരി.